ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആരും വിളിക്കേണ്ടതില്ല, വോയിസ് മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ, അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇനിയും വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി തരാനും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റാണ് ആ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെപ്പറ്റി ഓർത്തിട്ട് വളരെയധികം സങ്കടമുള്ളതായിട്ട് കാണുന്നു. എന്തെങ്കിലും ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ പാസ്റ്റ് ആക്ഷൻസ് ആയിരിക്കാം, അതിനെ ഓർത്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും, അതായത് നിങ്ങൾ പറഞ്ഞതോ അല്ലെ ആ ഒരു വ്യക്തി പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തി മനസ്സിൽ ചിന്തിച്ചുണ്ടാക്കുന്ന ആ ഒരു വിഷമമായിരിക്കാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു ഈ ഒരു പേഴ്സണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹമായിരിക്കാം, കരുതലായിരിക്കാം, അല്ലെ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ഓർത്തിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് ആ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത്. അത് തരാനായിട്ടാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. ഇവിടെ നിങ്ങളെന്നുള്ള വ്യക്തിയെ വളരെയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. അതായത് ഒരു അമ്മ കുഞ്ഞിനെ പൊതിഞ്ഞെങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെ അതുപോലെ കെയർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സണെ ഈ ഒരു സമയം മിസ് ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സൺ. നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അനുസരിച്ചോണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കാൾ ഏജ് കൂടിയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. വളരെയധികം സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെയധികം കൺട്രോളിങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം പ്രിഷ്യസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം നിങ്ങളാണ് എന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു. ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് റിന്യൂ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ ഒരു പ്രതീക്ഷയുണ്ട് ഈ ഒരു പേഴ്സണ്. നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ എന്തായാലും ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്.
അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. വളരെയധികം ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഈ ഒരു സമയം. മേ ബി ഈ ഒരു വ്യക്തിയുടെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് തരാനായിട്ടാണ് ഇനിയും വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി തന്ന്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന്, നിങ്ങളുമായിട്ട് ഒരുപാട് കാലം, നിങ്ങളുമായിട്ട് ഒരുപാട് തലമുറകളായി ജീവിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറയാം. നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് നിന്നെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ആ ഒരു പ്രസൻസ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, കരുതിയിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഞാൻ ഈ ഒരു സമയം വളരെയധികം മിസ്സ് ചെയ്യുന്നു എനിക്ക് നിന്നെ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രസൻസാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധിയെയും മറികടന്ന് ഞാൻ നിൻ്റെ അരികിലേക്ക് എത്തുകയാണ്, നിനക്കൊരു ഓഫറുമായി, അല്ലെ നീ ആഗ്രഹിച്ച ഒരു ജീവിതം തരാനായിട്ടായി. ഞാൻ നീയുമായിട്ട് ഈ ഒരു സമയം ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ടാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി തരണമെന്നും നീ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് നിനക്ക് തരണമെന്നും ഞാൻ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. നിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ടാണ് ഞാൻ ഇനി വരാനായിട്ട് പോകുന്നത് നിൻ്റെ അരികിലേക്ക്. നിൻ്റെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. വളരെയധികം പോസിറ്റീവായിരുന്നു. ഇനിയും യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്താണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും വരാൻ പോകുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിട്ട് നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ ചാപ്റ്ററാണ് തുറക്കാനായിട്ട് പോകുന്നത്. പഴയ കാര്യങ്ങളെല്ലാം അവിടെ വിടുക. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷനും ആയിരിക്കാനായിട്ട് ഇവിടെ ഒരു ചാൻസ് കാണും. നിങ്ങളുടെ എനർജി ഇവിടെ ഒന്ന് നോക്കട്ടെ. ഇവിടെ നിങ്ങളുടെ എനർജി എനിക്ക് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഓർത്തിട്ടുള്ള സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ മുറിവുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ സോളിനെ ഹീലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനാണ് നടന്നിരിക്കുന്നത്. ആ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൻ്റെ വേദനകളെല്ലാം തന്നെ ഹീലായി നിങ്ങളുടെ സോളിനെ റെജുവിനേറ്റ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കുക.
ഇത്രയും നാൾ നിങ്ങളൊരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നു പോയത്. ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം പാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ആ ഒരു മാറ്റത്തെ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഒരു സമയം. ഒരുപാട് നഷ്ടങ്ങൾ ഇതിനോടകം തന്നെ ഈ ഒരു സൈക്കിൾ അവസാനിച്ച സമയം തന്നെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ആ നഷ്ടമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് പകരം എന്ത് തന്നാലും അതിന് പകരമാവില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നഷ്ടമായതിനേക്കാൾ വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണ് ഈ ഒരു സമയം. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം ആ ഒരു നഷ്ടങ്ങളെല്ലാം തന്നെ, അതായത് നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ലെസൺസ് എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ലൈഫ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു അനുഭവങ്ങളെല്ലാം തന്നെ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കരുത്ത് നേടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും. നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ലൈഫ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു സൈക്കിളിലൂടെ കടന്നു പോയെന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ചെന്നൈ, എടവം, ഷോർട്ട് ഹെയർ, ജാനുവരി, നമ്പർ 3, റെഡ് കളർ, ഫുട്ബോൾ, 28, 38, ഹെൽത്ത് ഇഷ്യൂസ്. നിങ്ങളുടെ ഈ ഒരു ഡിപ്രഷൻ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന. ട്രിവാൻഡ്രം, കുവൈറ്റ്, ലെറ്റർ P, ഗാർഡനിങ്, ഫോട്ടോഗ്രാഫി, ചതയം, 53, 1986, നമ്പർ 2, ലെറ്റർ D, അവിട്ട നക്ഷത്രം, മീനം, 1996, 1981, 57, വൃശ്ചികം 1, കൊല്ലം, 1983, സെൻസിറ്റീവ്, കളേർഡ് ഹെയർ, മജന്ത, ഉണർന്ന നക്ഷത്രം, 43, 20, നമ്പർ 12, ബേക്കർ, 51, വയനാട്, 47, യു ക്യാൻ ട്രസ്റ്റ്, തേഴ്സ്ഡേ, കർക്കിടകം, ചിത്തിര നക്ഷത്രം, 25, അബുദാബി, 1973, നമ്പർ 40, ഓഗസ്റ്റ്, നമ്പർ 33, 36, 1988, 49, ജൂൺ, 1991, 1978, ഷാർജ, മെയ്, ജൂലൈ, നമ്പർ 6, മൺഡേ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.